ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ചെയ്ത് കാണിക്കുന്നത് ഒരു അടിപൊളി ടേസ്റ്റിലുള്ള വാഴക്കൂമ്പ് തോരൻ റെസിപ്പിയാണ്. പയറും പരിപ്പും ഒന്നും ചേർക്കാതെ തന്നെ നല്ല ടേസ്റ്റിലെ വാഴക്കൂമ്പ് തോരൻ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. കടായിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. കടുകിട്ട് പൊട്ടിക്കുക. കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും ചേർക്കുക. ഒരു വാഴക്കൂമ്പായിരുന്നു എടുത്തിട്ടുള്ളത്. ഉപ്പുവെള്ളത്തിൽ അരിഞ്ഞിട്ടതിന് ശേഷം നല്ലവണ്ണം ഞെക്കിപ്പിഴിഞ്ഞ് എടുത്തിട്ടുണ്ട്. അത് ചേർത്തിട്ടുണ്ട്. കൂടെ തന്നെ ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ് ക്യാരറ്റോടെ ചേർക്കുക. ചെറുതായിട്ട് തന്നെ കൊത്തിയരിയാൻ വേണ്ടി നോക്കുക. രണ്ടും ഒരുപോലെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടണം. അതേപോലെ തന്നെ കൊത്തിയരിഞ്ഞ് സവാളയോടെ ചേർക്കുക. 2 കപ്പ് വാഴക്കൂമ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 3/4 ഇല്ല 1 കപ്പ് ക്യാരറ്റോളം ചേർക്കാവുന്നതാണ്. സവാളയ്ക്കൊന്നും പ്രത്യേകിച്ച് അളവൊന്നുമില്ല. വാഴക്കൂമ്പ് തോരൻ വയ്ക്കുമ്പം അധികം ആരും സവാള ചേർക്കാറില്ല. ഇതുപോലെ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതിൽ മഞ്ഞൾപ്പൊടി ചേർക്കണം. ഇനി ഉപ്പ് ചേർക്കണം. ഉപ്പ് നോക്കി തന്നെ ചേർക്കണം. വാഴക്കൂമ്പ് ഉപ്പുവെള്ളത്തിലാണ് അരിഞ്ഞിട്ടത്. എത്ര പിഴിഞ്ഞെടുത്താലും നമ്മൾ അതിൽ കുറച്ചൊക്കെ ഉപ്പിൻ്റെ അംശം കാണും. അതുകൊണ്ട് കുറേശ്ശെ ഇട്ട് ഇളക്കിയെടുത്ത് ചെക്ക് ചെയ്തിട്ട് മാത്രം ഇടുക. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം തട്ടിപ്പൊത്തി വെച്ചൊന്ന് വേവിച്ചെടുക്കണം. ഇത് തട്ടിപ്പൊത്തി വെച്ചിട്ടുണ്ട്. വെള്ളമയം അധികമൊന്നും ഇല്ലാത്ത കാരണം ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് വേവിക്കുക. ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം. ക്യാരറ്റും സവാളയൊക്കെ ചോപ്പറിലാണ് ഞാൻ അരിഞ്ഞത്. ചോപ്പർ ഇല്ലയെന്നുണ്ടെങ്കിൽ ഗ്രേറ്ററിനകത്ത് വലിയ കണ്ണിക്കകത്തിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക. അതിന് ശേഷം ചോപ്പിംഗ് ബോർഡിലോട്ട് വെച്ചതിന് ശേഷം കത്തി വെച്ച് ഇങ്ങനെ കുത്തി കൊടുത്താൽ മതി. നല്ലവണ്ണം ചോപ്പായി കിട്ടിക്കോളും. ഏകദേശം ഒരു 4-5 മിനിറ്റ് മാത്രം മതി. പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും. ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ആവി പോകുന്ന കാണുമ്പോൾ അറിയാലോ, നന്നായിട്ട് ചൂടായി വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നടുക്കത ഇതുപോലെ ഒന്ന് മാറ്റി ഒരു കുഴി പോലെ ആക്കി കൊടുക്കുക. ഇനി ഇതിൽ അരപ്പ് ചേർക്കാനുണ്ട്. അരപ്പിനായിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരുപാട് തേങ്ങയുടെ ആവശ്യമില്ല. പച്ചമുളക് ചേർക്കുന്നില്ല, വറ്റൽമുളകാണ് ചേർക്കുന്നത്. ചെറിയ വെളുത്തുള്ളിയായ കാരണം കുറച്ച് ചേർത്തിട്ടുണ്ട്. വലുതാണെന്നുണ്ടെങ്കിൽ 4-5 ചേർക്കുക. അതേപോലെ കറിവേപ്പില ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല, 4-5 മാത്രം ചേർക്കുക. കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടിയോടെ ചേർത്ത് തരിതരിപ്പായിട്ടൊന്ന് ക്രഷ് ചെയ്ത് വയ്ക്കുകയാണ്. ഇനി ഈ അരച്ചതോടെ ആ നടുക്കോട്ട് ചേർക്കുകയാണ്. ഇനി ഇതും തട്ടിപ്പൊത്തി ഒന്ന് വെച്ച് നല്ലവണ്ണം ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക. ഒരു 1-2 മിനിറ്റ് നേരം മാത്രം വെച്ചാൽ മതി. നല്ലവണ്ണം ചൂടായിട്ടുണ്ട്. ആവി പോകുന്ന കാണുമ്പോൾ അറിയാമല്ലോ. ഇനി യോജിപ്പിച്ചെടുക്കണം എല്ലാം കൂടെ ചേർത്തൊന്ന്. തേങ്ങ ഇട്ടതിന് ശേഷം ഒരുപാട് ഇട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. തേങ്ങ നന്നായിട്ടൊന്ന് ചൂടായി കിട്ടണം. കൂടെ തന്നെ ആ വെളുത്തുള്ളിയുടെ പച്ച ടേസ്റ്റ് ഒന്ന് മാറി കിട്ടിയാൽ മതി. ഇനി നന്നായിട്ട് ഈ തേങ്ങയെല്ലാം ഒന്ന് കൂട്ടി ഇളക്കണം. നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. അടിയിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല, വെള്ളമയം ഒട്ടുമില്ല. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറന്നു പോകല്ലേ. ഇനി ഇതുപോലൊന്ന് നിരത്തിയിടുക. 1 മിനിറ്റ് നേരത്തേന് ഒന്ന് ലോ ഫ്ലെയിമിൽ. വാഴക്കൂമ്പ് കഴിക്കാത്തവർക്കും ക്യാരറ്റ് കഴിക്കാത്തവർക്കും ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കണം. അടിപൊളി ടേസ്റ്റാണ്. ഇത്രയേ ഉള്ളൂ. പറമ്പിലൊക്കെ വെറുതെ കിടക്കുന്ന വാഴക്കൂമ്പ് ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കമൻറ്റും ഒക്കെ തന്ന് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറന്നു പോകല്ലേ. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിലെ ഓൾ ഓപ്ഷൻ ഒന്ന് എനേബിൾ ആക്കി ഇടാൻ കൂടി മറന്നു പോകല്ലേ. ഇതുവരെ തന്ന സപ്പോർട്ടിനെല്ലാം ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.